ചിലപ്പോൾ പറമ്പിലും റോഡരികിലുമൊക്കെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടാവാം. ഓ അത് ശരി. അങ്ങനെ വല്ലതും കണ്ടാൽ നമുക്ക് എടുക്കാവോ? ആരോടെങ്കിലും സമ്മതം ചോദിക്കണോ? ജെമിനായി, കവരത്തിയിൽ മുട്ട എവിടെ കിട്ടും? കോഴിമുട്ട എന്ന് പറയാവോ? കവരത്തിയിൽ കോഴിമുട്ട കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കപ്പൽ വന്നിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് കടകളിലൊന്നും സ്റ്റോക്ക് ഇല്ലെന്നാണ് അറിയുന്നത്. എങ്കിലും ചില വീടുകളിൽ കോഴികൾ മുട്ടയിടുന്നുണ്ടാവാം. ഒന്ന് അന്വേഷിച്ചു നോക്കാവുന്നതാണ്. വീടുകളിൽ കോഴികൾ മുട്ടയിടുകയോ? സാധാരണയായി വീടുകളിൽ കോഴികൾ മുട്ടയിടാറുണ്ട്. ചിലപ്പോൾ പറമ്പിലും റോഡരികിലുമൊക്കെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടാവാം. ഓ അത് ശരി. അങ്ങനെ വല്ലതും കണ്ടാൽ നമുക്ക് എടുക്കാവോ? ആരോടെങ്കിലും സമ്മതം ചോദിക്കണോ? അങ്ങനെ എവിടെയെങ്കിലും കോഴികൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ടാൽ അത് എടുക്കുന്നതിന് മുൻപ് സമീപത്തുള്ള വീടുകളിൽ ചോദിച്ച് ഉടമസ്ഥരുടെ അനുവാദം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ചിലപ്പോൾ പറമ്പിലും റോഡരികിലുമൊക്കെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടാവാം. ഓ അത് ശരി. അങ്ങനെ വല്ലതും കണ്ടാൽ നമുക്ക് എടുക്കാവോ? ആരോടെങ്കിലും സമ്മതം ചോദിക്കണോ? ജെമിനായി, കവരത്തിയിൽ മുട്ട എവിടെ കിട്ടും? കോഴിമുട്ട എന്ന് പറയാവോ? കവരത്തിയിൽ കോഴിമുട്ട കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കപ്പൽ വന്നിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് കടകളിലൊന്നും സ്റ്റോക്ക് ഇല്ലെന്നാണ് അറിയുന്നത്. എങ്കിലും ചില വീടുകളിൽ കോഴികൾ മുട്ടയിടുന്നുണ്ടാവാം. ഒന്ന് അന്വേഷിച്ചു നോക്കാവുന്നതാണ്. വീടുകളിൽ കോഴികൾ മുട്ടയിടുകയോ? സാധാരണയായി വീടുകളിൽ കോഴികൾ മുട്ടയിടാറുണ്ട്. ചിലപ്പോൾ പറമ്പിലും റോഡരികിലുമൊക്കെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടാവാം. ഓ അത് ശരി. അങ്ങനെ വല്ലതും കണ്ടാൽ നമുക്ക് എടുക്കാവോ? ആരോടെങ്കിലും സമ്മതം ചോദിക്കണോ? അങ്ങനെ എവിടെയെങ്കിലും കോഴികൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ടാൽ അത് എടുക്കുന്നതിന് മുൻപ് സമീപത്തുള്ള വീടുകളിൽ ചോദിച്ച് ഉടമസ്ഥരുടെ അനുവാദം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ.